പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം വിഷീൽഡ് എന്ന ചാനലിലേക്ക് ഞാൻ കൊടുത്തിരുന്ന ഏതാണ്ട് അരമണിക്കൂറിന് മുകളിലുള്ള ഒരു മെസ്സേജിൽ നിന്ന് വെറും 23-24 സെക്കൻഡുള്ള അരമിനിറ്റിന് താഴെയുള്ള ഒരു ഭാഗം അടർത്തിയെടുത്ത് നെഗറ്റീവായ ആശയം പരസ്യപ്പെടുത്തുന്ന ഒരു രംഗം ഞാൻ കണ്ടു. ഇതൊക്കെ ആത്മലോകത്തിൽ ഈ കാലങ്ങളിൽ പതിവുള്ളതാണ്. ഇങ്ങനെയുള്ള യാതൊന്നും ഞാൻ പൊതുവെ പ്രതികരിക്കാറില്ല. എന്നാൽ ഹൃദയത്തിന്റെ പരമാർത്ഥത ആളുകൾ അറിയേണ്ടതിന് വേണ്ടി ഇതിനെക്കുറിച്ച് ഒരു പരസ്യ പ്രസ്താവന നടത്തുന്നത് നന്നായിരിക്കുമെന്ന് അധികാരപ്പെട്ടവരും അവകാശപ്പെട്ടവരുമായ ആളുകൾ എന്നെ അറിയിച്ചതുകൊണ്ട് ഞാൻ ദൈവസഭയുടെ മുമ്പിൽ താഴെയുള്ള ചില ലൈനുകൾ കാഴ്ചവെക്കട്ടെ. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്നതും ഉയർച്ചയും താഴ്ചയും ഉള്ളതുമായ ഒരു ഗ്രാഫിൽ നിന്ന് മുകളിലത്തെ അറ്റത്തേക്ക് വരുന്ന 24 സെക്കൻഡ് കട്ട് ചെയ്തെടുത്താൽ യഥാർത്ഥ ഗ്രാഫിന്റെ അർത്ഥവുമായി ഈ ഭാഗത്തിൽ എന്ത് ബന്ധമുണ്ട്? ഇതുപോലെ തന്നെയല്ലേ അരമണിക്കൂർ മുകളിലുള്ള ഒരു മെസ്സേജിൽ നിന്ന് ഒരു 22 സെക്കൻഡ് മാത്രം കട്ട് ചെയ്തെടുത്ത് നെഗറ്റീവായി അവതരിപ്പിച്ചാൽ അതിനകത്ത് എന്ത് അർത്ഥമാണ് ആ മെസ്സേജുമായി? ഈ പ്രയോഗത്തിന് മുമ്പിൽ ഒരു ദുരുദ്ദേശമുണ്ട്, എന്തോ വക്രതയുണ്ട്. ഇതൊക്കെ പൊതുജനത്തിന് അറിയാം. അതുകൊണ്ട് വക്രത ഒഴിവാക്കുന്നവരും ദുരുദ്ദേശങ്ങൾ ഇല്ലാത്തവരുമായവർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടേ ഇല്ല. പൊതുനിരൂപണങ്ങൾ എന്റെ സഭയെ ബാധിക്കാത്തത്തോളം എന്നെ ബാധിക്കാത്തത്തോളം ഞാൻ അവയ്ക്കൊന്നും മറുപടി പറയാറില്ല, പ്രസക്തിയും കൊടുക്കാറില്ല. അവരെഴുതി അവർ വായിച്ചു, അത്ര തന്നെ. എന്നാൽ മറ്റ് പല ദേവസ്വന്മാരും സഭാ നേതാക്കന്മാരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും അതിൽ നിന്ന് വചനം ആചരിച്ചിരിക്കുകയാണ്. എന്നോട് അധികാരപ്പെട്ട ഒരാൾ ഒരു മറുപടി കൊടുക്കാൻ ആവശ്യപ്പെട്ടത്. ഉത്തരവാദിത്തപ്പെട്ട അധികാരപ്പെട്ട ആളുകൾ എന്നെ വിളിച്ച് ചോദിച്ചതിനാൽ ഞാൻ വിനയപൂർവ്വം സമർപ്പിക്കുന്ന ഈ മറുപടി ദയവായി പൊതുസഭ അംഗീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഒന്ന്, എന്റെ സന്ദേശം ഫലം കൊടുക്കുവാൻ കഴിയാതെ മാറുന്ന നിഷ്ഫലന്മാരായി മാറുന്ന ആളുകളെ കുറിക്കുന്നതാണ്, ഫലം കഴിക്കുന്നവരെ കുറിക്കുന്നതല്ല. ഫലം കഴിക്കുന്നവരെ എന്നും ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. എന്റെ വ്യക്തിജീവിതത്തിൽ 12ാമത്തെ വയസ്സിൽ ഗ്രാമത്തിലൂടെ നടവഴികളിലൂടെ നടന്ന് അല്ലെങ്കിൽ കൊച്ചു റോഡുകളിൽ കയറി നിന്ന് യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നതും പരസ്യയോഗങ്ങൾ നടത്തുന്നതും എന്റെ സ്വന്തം പതിവായിരുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന സഹവിദ്യാർത്ഥികളോടായിരുന്നു അക്കാലങ്ങളിൽ പറഞ്ഞത്. ഇന്ന് അതിനേക്കാൾ ഉയർന്ന ഒരു സ്റ്റേജിലേക്ക് ദൈവം കയറ്റിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ദൈവം വളർത്തി ഇന്നൊരു വലിയ സഭയുടെ ശുശ്രൂഷകനാക്കിയെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സകലരെയും വളർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സുവിശേഷവുമായി ഞാൻ അവരെ കണക്ട് ചെയ്യുകയാണ്. വേറൊന്നും ചെയ്തില്ല. സുവിശേഷന്മാരുടെ ഇടയിൽ ഫലം കഴിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ബഹുമാനവും ആദരവുമാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ള ഒരാളിനെ അപകീർത്തിപ്പെടുത്തുന്നത് മറ്റേത് ക്രിസ്ത്യാനിക്കും എന്ന വണ്ണം എനിക്കും ദുഃഖകരമാണ്. ഞാൻ അവരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെയും പേര് ഉപയോഗിക്കാതെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മാവിന് വിരോധമായി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന, ഫലം കൊടുക്കുവാൻ കഴിയാതെ വരുന്ന സ്വഭാവങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നല്ല സ്വഭാവമുള്ളവർക്ക്, ദൈവത്താൽ പ്രയോജനപ്പെടുന്നവർക്ക് അത് ഒരു ദോഷവും ചെയ്യുന്നില്ല. അതില്ലാത്തവർക്ക് അത് കൊണ്ടെങ്കിൽ അതിന്റെ കുറ്റവുമല്ല. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ എന്റെ സ്വജാതിക്കാർക്ക് സ്പർദ്ധ ജനിപ്പിച്ചിട്ടെങ്കിലും അവരെ പ്രയോജനമുള്ളവരാക്കുക എന്ന ഒരു ആശയവും ഇതിലില്ല. റോമാലേഖനം 11-13-14 വാക്യങ്ങളിൽ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തും. രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത്, ദൈവസഭ ഭൗതികമായും ആത്മീയമായും എല്ലാ മാനദണ്ഡത്തിലും വളരണമെന്നും അംഗസംഖ്യയിൽ അഥവാ എണ്ണത്തിൽ വർദ്ധിക്കണമെന്നും ആത്മീയ മാനദണ്ഡത്തിലും ഭൗതിക മാനദണ്ഡത്തിലും അവർ ഉന്നതരായിരിക്കണമെന്നും നൽകുന്നതായ ശ്രമിക്കുന്നതായ സന്ദേശങ്ങൾ ലോകോത്തമം ആയിരിക്കണമെന്നും വ്യാപരിക്കുന്ന കൃപാവരങ്ങൾ കളങ്കമില്ലാത്തതായിരിക്കണമെന്നും ശക്തമായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നവരെ അപ്രകാരം പഠിപ്പിക്കുകയും മാതൃക കാണിക്കുകയും ഞാൻ ചെയ്യുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്ന സഭാ ശുശ്രൂഷകന്മാരിൽ ഒരുവനാണ് ഞാൻ. സഭാ ശുശ്രൂഷകനായി ആത്മകോളത്തിൽ ജനിച്ചു വീണതല്ല. ഇന്ന് 68 വർഷത്തിന് മുന്നേ കൊച്ചുറോഡുകളിൽ പ്രസംഗിക്കുന്ന പ്രസംഗനായി, പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ വളർത്തുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവം സൃഷ്ടിച്ച സകലതിനെയും താൻ വളർത്തുന്നുണ്ട്. 3, ഒരു ക്ലാസ്സിൽ പല വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നിരിക്കട്ടെ, അതിൽ ഒരു 5 മാർക്കിൽ കൂടുതൽ വാങ്ങാനില്ല, മറ്റൊരുത്തൻ 95 മാർക്ക് കുറയാതെ വാങ്ങുന്നു എന്നിരിക്കട്ടെ. ക്ലാസ്സിലെ അധ്യാപകൻ അവരെ പരിചയപ്പെടുത്തുമ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ചവനെ ഉദാഹരണമായി ഉയർത്തി നിർത്തി മറ്റുള്ളവർക്ക് മാതൃകയായി കാണിക്കുന്നത് ഉത്തമനായ ഏത് അധ്യാപകന്റെയും കടമയാണെങ്കിൽ ഉത്തമനായ ഒരു ദൈവത്തിൽ എന്ന നിലയിൽ ഞാനിത് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ഉണ്ടെങ്കിൽ ദയവായി പറഞ്ഞാൽ. ഞാൻ ഈ സന്ദേശം കൊടുത്തത് വിഷീൽഡ് എന്ന ചാനലിന് വേണ്ടിയാണ്. വിഷീൽഡ് എന്ന ചാനലിന്റെ ഉദ്ദേശം തന്നെ അംഗസംഖ്യയിലും ഗുണമെന്നയിലും സഭകൾ വളർത്തുകയും സഭയ്ക്ക് വേണ്ടി വ്യാപകർ അധ്വാനിക്കുകയും അധ്വാനം സ്വന്തം അംഗീകരിക്കുകയും ചെയ്ത് വളർന്ന സഭയുടെ ദൈവത്തിന്റെ ദാസിദാസന്മാർക്ക് വിപരീതമായി ചില ലോകശക്തികൾ, പൈശാചിക വ്യാപാരങ്ങൾ എഴുന്നേറ്റ് അവരെ മുറിവേൽപ്പിക്കുകയും അങ്ങനെ ആഘാതമേറ്റ ദൈവദാസന്മാർ ചിലർ മുരടിച്ചു മാറുകയും വേറെ ചിലർ അവരുടെ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഭയപ്പെടുകയും വരെ ചെയ്ത് പിന്തിരിഞ്ഞവർ വരെ എനിക്കറിയാം. ഇനി അങ്ങനെ സംഭവിക്കാതെ എന്നാൽ കഴിയുന്നത് ചെയ്യുക എന്ന ആശയം എനിക്കുണ്ട്. മറ്റേത് ദൈവകൃപയുള്ള ക്രിസ്ത്യാനിക്ക് വരണം ഞാനത് ചെയ്യുന്നതിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ദയവായി പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് ശത്രു ഇത് ചെയ്യുന്നത്? ഒന്നാമതായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരെ പുരുഷാരത്തെ കണ്ടു അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. പൗലോസ് സംസാരിക്കുന്ന ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുന്നതിൽ പലർക്കും വൈരാഗ്യമുണ്ട്. അത് നേരിട്ട് എതിർക്കുവാൻ കഴിയില്ലാത്തതിനാൽ ദൂഷണം പറഞ്ഞുകൊണ്ട് എതിർത്തു. അസൂയായിരുന്നു ഇതിന്റെ കാരണം. മറ്റുള്ള തൊഴിലിനേക്കാൾ കൂടുതൽ ആൾക്കൂട്ടം എവിടെയെങ്കിലും കണ്ടാൽ, കൂടുതൽ ആളുകൾ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കണ്ടാൽ അത് കഴിയാത്തവന് അസൂയ ഉണ്ടാകുന്നതിൽ നമുക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. ശരിക്കും മനസ്സാന്തരപ്പെട്ട അസൂയുടെ സ്വഭാവം മാറും. അതല്ലാത്തടത്തോളം ഇത് കാണും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പീലാത്തോസിന് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് അസൂയ നിമിത്തമാണ്. പഴയ നിയമത്തിലെ ജോസഫിനെ അസൂയ നിമിത്തമാണ് സഹോദരന്മാർ പൊട്ടക്കണത്തിൽ തള്ളിയത്. അസൂയ ഇന്നുണ്ട്. കണ്ട പൊട്ടക്കണത്തിലൊക്കെ വലിച്ചെറിയും. ചിലപ്പോൾ വല്ല ശാപവുമായിരുന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കുമെന്നും അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായി ഇരിക്കും, അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് ആകാറിനെ വിളിച്ച് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് അനുഗ്രഹവും ശാപവും എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും കൂട്ടുദാസന്മാർക്കെതിരെ അപവാദം പറയുന്ന അപവാദി അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ആ അപവാദിയോട് എതിർത്ത് നിൽക്കുന്നതാണ് എന്റെ ധർമ്മം എന്ന് കരുതുന്നു. അതുകൊണ്ട് പറഞ്ഞു പോയതാ പാസ്റ്റേ. ഈ ആശയം വേറെ ആശയം ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ച വചനങ്ങൾ നോക്കിയാൽ നിങ്ങൾ പുറപ്പെട്ട് സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി കൊള്ളണം എന്നാണ് പറഞ്ഞത്. പറഞ്ഞു പോകുവാൻ മാത്രമല്ല, സ്നാനത്തിലേക്കും ശിഷ്യത്വത്തിലേക്കും ജനത്തെ നയിക്കേണ്ടതിന് നാം കടപ്പെട്ടവരാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രയോജനപ്പെടുവാൻ കഴിയും. അത് ആ കൽപ്പന കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ഘടകങ്ങളിലൂടെ നിർവഹിക്കപ്പെട്ടേ മതിയാകുള്ളൂ. ഇത് വിശ്വസിക്കാത്തതുകൊണ്ടോ അതോ ഏതെങ്കിലും പ്രായോഗിക പ്രയാസം കൊണ്ടോ ഒരു പക്ഷേ അത് ചെയ്യാത്ത പലരെയും മാതൃകയാക്കുന്നതിനാലോ പുതുതായി വരുന്ന ശുശ്രൂഷകന്മാരിൽ ചിലർക്ക് ഈ അവസ്ഥയിൽ എത്തുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ മാനദണ്ഡത്തിൽ എത്തുവാൻ കഴിയുന്നില്ല. അതിന് വേറൊരു ഭാഷയിൽ ക്രിസ്തുവിന്റെ വാക്കിന് കീഴടങ്ങാതെ യേശുക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ശിഷ്യരാക്കുന്നത് വരെയുള്ള പദമേ അത്തരത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞതിന് മോഡിഫൈ ചെയ്യാതെ അങ്ങനെ മോഡിഫൈ ചെയ്ത ആളുകളുണ്ട്. സത്യാന്വേഷികളായ ആളുകളുടെ മുമ്പിൽ ഞാനിത് പറയട്ടെ. അങ്ങനെ മോഡിഫൈ ചെയ്തവർ പഴയ നിയമത്തിലെ ശൗലിനോടും ശബ്ദാർത്ഥം നശിപ്പിച്ച് കളയുന്നതിൽ ശൗൽ രാജാവിനും ആകാനും മനസ്സില്ലാതെ സ്വന്തം ബുദ്ധി അനുസരിച്ച് their own consciousness എന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ their own common sense ഉപയോഗിച്ച് അവർ പരാജയപ്പെട്ടതുപോലെ നമുക്ക് ഭവിക്കരുത്. അങ്ങനെ എൻ്റെ സഹോദരന്മാരെ നാം മുന്നോട്ട് പോകണമെന്ന് ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അന്യോന്യം ഭിന്നിക്കേണ്ടതിനല്ല. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് വിഷയത്തിനകത്ത് തന്നെ ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ കൊടുത്തോളാം, കൂടുതൽ വിശദീകരണം കൊടുത്തോളാം. എന്നോട് ചോദിച്ച ദാസന്മാരുടെ നിർദ്ദേശപ്രകാരം വേഗത്തിൽ ഞാൻ ഇത്രയും ചെയ്യുമായിരുന്നു. താങ്ക് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരുന്ന രൂപകാരം.